ഒമാനിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഒരു മലയാളി ഉൾപ്പെടെ 12 പേർ മരിച്ചു. 5 പേരെ കാണാതായി. 4 ഗവർണറേറ്റിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ന്യൂനമർദ്ദത്തെ തുടർന്ന് രാവിലെ മുതൽ രാജ്യത്ത് ശക്തമായ മഴ പെയ്യുകയാണ്. മഴയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. മഴക്കെടുതിയിൽ മലയാളി ഉൾപ്പെടെ 12 പേർ മരിച്ചു. പത്തനംതിട്ട അടൂർ കടമ്പക്കാട് സ്വദേശി സുൽകുമാറാണ് മരിച്ച മലയാളി. മരിച്ച മറ്റുള്ളവർ സ്വദേശി പൗരന്മാരാണ്. ഇതിൽ 9 കുട്ടികളും ഉൾപ്പെടും. 5 പേരെ കാണാതായിട്ടുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. നിരവധി ആളുകളെ രാജ്യത്തിന്റെ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നായി പോലീസ്, ഏവിയേഷൻ വിഭാഗവും സിവിൽ ഡിഫൻസും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പലയിടത്തും വാദികൾ നിറഞ്ഞൊഴുകുകയാണ്. റോയൽ ഒമാൻ പോലീസിന്റെയും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഒമാനിലെ 4 ഗവർണറേറ്റിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മസ്കറ്റ്, തെക്ക് വടക്ക് ഷർക്കിയ, ദാഖിലിയ എന്നീ ഗവർണറേറ്റുകളിലെ പൊതു സ്വകാര്യ വിദേശ സ്കൂളുകൾക്കാണ് അവധി നൽകിയത്. ക്ലാസുകൾ ചൊവ്വാഴ്ച പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 24 ദുബായ്.